യഹ്യാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കപ്പലണ്ടി വറുത്തതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ അതിനായിട്ട് ഒരു 250 ഗ്രാം കപ്പലണ്ടി ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിലൊരു ചെറിയ വെള്ളത്തിൻ്റെ നനവുണ്ട്, അത് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കഴുകിയെടുക്കുമ്പോൾ ആ വെള്ളത്തിലൊരു നനവുണ്ടല്ലോ, അപ്പോൾ ആ ഒരു നനവുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് വേണ്ടത് കടലപ്പൊടിയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കടലമാവ് ചേർക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഇതിലേക്ക് കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവറിൻ്റെ പൊടി ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവറിൻ്റെ പൊടി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പകരം അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ കപ്പലണ്ടിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കിട്ടണം, ആ ഒരു പരുവമാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ മാവ് കുറവാകുന്നുണ്ടെങ്കിൽ നിങ്ങളതനുസരിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെന്ന് പറയുമ്പോൾ കുറച്ച് നേരം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ പെട്ടെന്നൊന്നും നമുക്കിതൊന്ന് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ സാവകാശം നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ കപ്പലണ്ടി എടുക്കുന്ന നേരത്ത് തൊലിയോട് കൂടിയിട്ടുള്ള കപ്പലണ്ടി എടുക്കാൻ നോക്കുക. കാരണം തൊലിയുള്ളതാണെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും ബാക്കിയുള്ള മാവും കൂടെയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് തോടോട് കൂടിയിട്ടാണ് കേട്ടോ ചതച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണമാണ് കിട്ടുന്നത് നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന നേരത്ത്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും നമുക്ക് ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ കൈ വെച്ചിട്ടും സ്പൂൺ വെച്ചിട്ടും ചെയ്തതിനേക്കാൾ നന്നായിട്ട് നമ്മുടെ കപ്പലണ്ടിയിലേക്ക് ഇങ്ങനെ ചെയ്താലോട്ട് പിടിച്ച് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാടായി പോകരുത്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ബാക്കിയിരിക്കുന്ന മാവൊക്കെ ആ കപ്പലണ്ടിയിലോട്ട് നന്നായിട്ട് പിടിച്ചിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തത്. ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് വീണ്ടും കടലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 ടീസ്പൂണോളം കടലപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒരുമിച്ച് മാവിട്ട് കൊടുത്താൽ ഇത് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ടൊന്ന്
കോട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ഇവിടെ ഏതാണ്ട് ഞാനിവിടെ 1/4 കപ്പോളം കടലമാവ് ഇതിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് വാരി ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഒരു 2-3 പ്രാവശ്യമായിട്ട് മാത്രം ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കണം എല്ലാം. അപ്പോൾ എണ്ണ നല്ല ചൂടായതിന് ശേഷമാണ് നമ്മൾ കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെറുതീയിലിട്ട് മാറ്റി കൊടുക്കണം. ഇനി നമ്മൾ എണ്ണയിൽ നിന്ന് കോരുന്ന നേരത്ത് തീ ഒന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇതിട്ട് ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. അപ്പോൾ ബാക്കിയിരിക്കുന്നതെല്ലാം നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബൈ.